BaBu Monz TeChz സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സാംസങ് ഗാലക്സി S22 S22 പ്ലസിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ബോക്സ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ബോക്സിൻ്റെ ഉള്ളിൽ അഡാപ്റ്റർ എന്ന് പറയുന്ന സാധനമേ ഇല്ല. ബോക്സ് തുറന്നപ്പെടുന്ന നമുക്ക് ഫോണാണ് കിട്ടുന്നത്. ഇത് ചെറിയ ഫോണാണ്, ഇത് കുറച്ച് വലിയ ഫോണാണ്. പിന്നെ നമുക്ക് കുറച്ച് ഡോക്യുമെൻസും പിന്നെ സിം കാർഡ് ടൂളാണ് കിട്ടുന്നത്. പിന്നെ ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ, എന്താ വെച്ചാൽ അഡാപ്റ്റർ ഇല്ലാത്തതുകൊണ്ട് വേറെ സംഭവമില്ല. പിന്നെ നമുക്ക് ഈ ബോക്സിന് സൈഡിലെടുത്ത് വെച്ചിട്ട് ഫോണിൻ്റെ ബോഡിനെ പറ്റി പറയാം. ഇനി രണ്ട് ഫോണിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ മെറ്റൽ ഗ്ലാസ് സാൻഡ്വിച്ച് ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഫ്രെയിം മെറ്റലിലാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് ആണ് വരുന്നത് സ്ക്രീൻ പ്രൊട്ടക്ഷൻ ആയിട്ട്. ഇനി പോർട്സ് ആൻഡ് ബട്ടൺസിനെ പറ്റി പറയുകയാണെങ്കിൽ താഴത്തെ ഭാഗത്ത് സിം കാർഡ് ട്രേ, മൈക്ക്, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗ്രിൽ. പിന്നെ ലെഫ്റ്റ് സൈഡിലൊന്നുമില്ല. റൈറ്റ് സൈഡിൽ വോളിയം അപ്പ് ആൻഡ് ബട്ടണും പവർ ബട്ടണും. പിന്നെ മേലത്തെ സൈഡിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്കും. രണ്ടിലും 3.5mm ജാക്കില്ല. പിന്നെ ഇത് രണ്ടിൻ്റെ വെയിറ്റ് ഭയങ്കര കുറവാണ്. പിന്നെ സ്ലിം ഡിസൈനാണ്, കോമ്പാക്ട് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിൻ്റെ സ്പെസിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ സാംസങ് ഗാലക്സി S22 സീരീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. എന്താ വെച്ചാൽ നമുക്ക് ആദ്യം ഡിസ്പ്ലേനെ പറ്റി തന്നെ തുടങ്ങാം. സാംസങ് ഗാലക്സി S22 അൾട്രയും ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അതിൽ 6.8 ഇഞ്ചിൻ്റെ AMOLED 2x 120Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിലും അതുപോലെ തന്നെ 6.1 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡൈനാമിക് AMOLED 2xൻ്റെ 120Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. 1300 nits ബ്രൈറ്റ്നസ് ആണ് സാംസങ് ഗാലക്സി S22 വരുന്നത്. S22 പ്ലസിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 1750 nitsൻ്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അത് HDR10 വീഡിയോയിൽ മാത്രമാണ് അതിൻ്റെ ഉപയോഗമുണ്ട്. 1000 nits ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. പിന്നെ രണ്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ എന്നാ വ്യത്യാസം ചോദിച്ചാൽ S22 പ്ലസിൽ ഒരു 0.5 ഇഞ്ച് കൂടുതലാണ്, വേറൊരു വ്യത്യാസമില്ല. പിന്നെ ഈ ഫോണിൻ്റെ ബെസൽസ് ഒന്ന് നോക്കിയാട്ടെ. ബെസൽസ് എന്ന് പറയുന്ന സാധനം കാണാനില്ല, ചിൻ ബെസൽസ് ഒന്നും തീരെയില്ല. അതിനെക്കൊണ്ട് തന്നെ ഒരു കോമ്പാക്റ്റ് ഫോൺ, 6.6 ഇഞ്ചിൻ്റെ ഫോണടക്കം 5.6 ഇഞ്ചിൻ്റെ ഫോണിനെ പോലെ കാണില്ല. ഭയങ്കര സ്ലിമ്മാണ്, കോമ്പാക്റ്റുമാണ്. പിന്നെ ഈ രണ്ട് ഫോൺ അല്ല, ഈ മൂന്ന് ഫോണിലും S22 അൾട്രയും കൂടി കൂടിയിട്ടാണ്. മൂന്നിലും ഇൻ ഡിസ്പ്ലേസ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. അതും അൾട്രാസോണിക് സെൻസറാണ് വരുന്നത്. ഇനി അടുത്ത് ഇതിൻ്റെ പ്രൊസറിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 1 4 നാനോമീറ്ററിൻ്റെ പ്രൊസറാണ് വരുന്നത്. പിന്നെ രണ്ട് വേരിയൻ്റാണ് വരുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പിൻ്റെ 128GB 256GB റാം രണ്ടിലും സെയിം ആണ്. 8GB LPDDR5. ഇനി പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കിട്ടിലം പോലത്തെ പെർഫോമൻസ് ആണ്. എല്ലാം സ്മൂത്ത് ആയിട്ട് ഓടുന്നതായിരിക്കും. ഗെയിമിംഗ് HD ഹൈ സെറ്റിംഗ്സിലടക്കം നല്ല കിട്ടിലം പോലെ ഓടുന്നതായിരിക്കും. പിന്നെ ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഹെവി ടാസ്ക് കുറേ നേരം ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ചൂടാവും. പിന്നെ ഇതിൻ്റെ അൺടൂട്ട് സ്കോർ വരുന്നതാണ് 7,24,707. പിന്നെ ഇതിൻ്റെ ബാറ്ററിയിലാണ് കുറച്ച് വ്യത്യാസം വരുന്നത്. S22 3700 mAh ബാറ്ററിയും 25 വാട്ട്സിന് ചാർജിംഗ് ആണ് വരുന്നത്. S22 പ്ലസിൽ 4500 mAh ബാറ്ററിയും 45 വാട്ട്സിന് ചാർജിംഗ് ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ അൾട്രയായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 50MP വൈഡ് ആംഗിൾ ക്യാമറ, 12MP അൾട്രാ വൈഡ് ക്യാമറ, 10MP ടെലിഫോട്ടോ ക്യാമറയാണ് വരുന്നത്. പിന്നെ അൾട്രേറ്റ് എന്ന വ്യത്യാസം ചോദിച്ചാൽ ഫ്രണ്ടിൽ ഇതിന് 10MP സെൽഫി ക്യാമറയാണ് വരുന്നത്. അൾട്രയിൽ 40MP സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇനി ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിച്ചാൽ ഇതിൻ്റെ ക്ലാരിറ്റിയും സംഭവം കാണാൻ. നൈറ്റ് മോഡിൽ നല്ല ക്ലിയർ ക്രിസ്പ് ഫോട്ടോസാണ് കിട്ടുന്നത്. ബാക്കി നോർമൽ വൈഡ് ആംഗിളിലെല്ലാം കുഴപ്പമില്ലാത്തൊരു ഫോട്ടോസാണ്. പിന്നെ രണ്ട് ഫോൺസിലും 3x ഒപ്റ്റിക്കൽ സൂമും കിട്ടുന്നതായിരിക്കും. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 8K 24 FPS വരെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ട് ഫോണിൻ്റെയും ഫ്രണ്ടും ബാക്ക് ക്യാമറയിലും 4K 60 FPS വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി വോയിസിനെ പറ്റി പറയുകയാണെങ്കിൽ Android 12 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. One UI 4.1 ആണ് വരുന്നത്. പിന്നെ സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. അൾട്രയിലുള്ള പോലെ തന്നെ കോമ്പാക്ട് ഡിസൈൻ ഉണ്ട്. ഞാൻ വിചാരിച്ച് ലൗഡ്നെസ്സോ ഇല്ലെങ്കിൽ ക്ലാരിറ്റിയിലും കുറച്ച് കുറയുന്നു. പക്ഷേ നല്ല ക്ലിയർ ക്ലാരിറ്റി, നല്ല കുഴപ്പമില്ലാത്ത ലൗഡ്നെസ്സും ഉണ്ട്. ഇനി കണക്ടിവിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അൾട്രയിൽ വരുന്ന പോലെ തന്നെ എല്ലാ സംഭവത്തിലും ഉണ്ട്. 5G ഉണ്ട്, ഡുവൽ 4G വോൾട്ടി ഉണ്ട്, Wi-Fi കോളിംഗ് ഉണ്ട്, Wi-Fi 6 ഉണ്ട്, Bluetooth 5.2 ഉണ്ട്, പിന്നെ NFC ഉണ്ട്. പിന്നെ സെൻസസിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ സെൻസസും കൊടുത്തിട്ടുണ്ട്. ഇനി ഓവറോൾ ഈ രണ്ട് ഫോണും അൾട്രേറ്റ് എന്ന വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ അൾട്രയിൽ ഒരു S Pen വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ 2-3 ക്യാമറ, പിന്നെ ഡിസ്പ്ലേ, അങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യാസമുള്ളൂ. ഡിസ്പ്ലേ കുറച്ച് വലിയ ഡിസ്പ്ലേ ആണ്. പിന്നെ അതിൻ്റെ ക്യാമറയിൽ ഫ്രണ്ടിൽ 40MP വരുന്നുണ്ട്, ബാക്കിൽ 108MP വരുന്നുണ്ട്. ബാക്കി എല്ലാ സംഭവത്തിലും ഇത് എടുത്ത് തന്നെയുള്ളൊരു സംഭവമാണ്. പക്ഷേ രണ്ടും വ്യത്യാസം എന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ പൈസേൻ്റെയാണ്. അൾട്ര തുടങ്ങുന്നത് 1,00,000 സംതിങ് ആണ്. ഇത് S22 മാത്രം വരുന്നത് 70,000 സംതിങ് ആണ്. S22 പ്ലസ് വരുന്നത് 85,000 സംതിങ് ആണ് വരുന്നത്. ഓക്കെ, പക്ഷേ എല്ലാത്തിനും ഫീച്ചേഴ്സ് അത്രയും എടുത്തുള്ള സംഭവമാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൊണ്ട് പറയാൻ പറ്റും, ഈ രണ്ട് ഫോണിലും IP68 വാട്ടർ റേറ്റിംഗ് കൊണ്ട് പിന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ടാണ്. പിന്നെ സ്റ്റാൻഡ് ഔട്ട് ആവുന്നതെന്ന് വെച്ചാൽ അൾട്രയിൽ S Pen മാത്രമാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഡിസ്പ്ലേ അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവം. പിന്നെ അതിൽ വരുന്നത് 108MP ക്യാമറ, അത് പകുതി ആൾ യൂസ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഈ ഫോണേ പകുതി ആൾ വാങ്ങാൻ പോകുന്നില്ല. ഇത് ഭയങ്കര പ്രീമിയം റിച്ച് എന്ന് വെച്ചാൽ ഭയങ്കര പൈസയുള്ള ആൾക്കാർ മാത്രമേ വാങ്ങാൻ പോകുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ ആ കാറ്റഗറിയിൽ പെട്ട ആൾക്കാരാണെങ്കിൽ, മീൻസ് നല്ല പൈസക്കാരാണെങ്കിൽ മാത്രമേ ഈ ഫോൺ വാങ്ങുക. നല്ല ഫോണാണ്,
അൾട്രയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി 1 ലക്ഷത്തിന് മേലെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അത് വാങ്ങാം. ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഒരു പെന്ന് മാത്രമാണെങ്കിൽ മാത്രം S22 അൾട്ര വാങ്ങുക. എന്താ വെച്ചാൽ നോട്ട് സീരീസ് ഇനി വരാൻ പോകുന്നില്ല. എസ് സീരീസിൽ തന്നെ എല്ലാ നോട്ടിൻ്റെ സംഭവം കൂടി ഇനി വരാൻ പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ 3 കളറായിട്ടാണ് വരുന്നത്, ബ്ലാക്ക്, വൈറ്റ്, ഗ്രീൻ. പിന്നെ കുറേ ഇൻട്രൊഡക്ടറി ഓഫേഴ്സും കൂടി വന്നിട്ടുണ്ട്, ഇയർബഡ്സ് അങ്ങനത്തെ സാധനം ഇതിൻ്റെ കൂടെ തന്നെ വരുന്നത്. ഓക്കെ, ഗ്രീൻ കളറാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ബാക്കിയെല്ലാം നല്ല കിഡിലം പോലത്തെ സംഭവമാണ്. അപ്പോൾ ഈ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ വരുന്നവരെ like, share, subscribe to BaBu Monz TeChz. So let me